ില്ല അവൻ അന്നന്നത്തെ കാര്യം തന്നെ തെള്ളി നീക്കുന്നവനാകാം. പടച്ചവനെ, നിന്റെ വീട് പോലെ എല്ലാം അവിടെയില്ല. മക്കള് പരാതി പറയും, അവര് സങ്കടം പറയും. വാപ്പാ, നീ ഉപദേശിക്കണം വാപ്പാ, പെങ്ങളെ ഉപദേശിച്ചു കൊടുക്കണം. പക്ഷേ ഇന്നത്തെ ഉപ്പമാരങ്ങനെയല്ല, ഇന്നത്തെ ഉമ്മമാരങ്ങനെയല്ല. മക്കളുടെ ജീവിതം പോയാലും അവർക്കൊന്നുമില്ല, മക്കൾ യതീമായി പോയാലും അവർക്കൊന്നുമില്ല. ഇന്ന് വാശിയാടോ, ആണിനും പെണ്ണിനും വാശിയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അല്ലാഹുവേ, മക്കള് വിളിച്ചു പരാതി പറഞ്ഞാല്, മക്കള് വിളിച്ചെന്തെങ്കിലും ഒരു പരാതി പറഞ്ഞ വാപ്പ പറയുന്നു, വണ്ടി വിളിച്ച് വീട്ടിലേക്ക് വന്നേരെ. നബിതങ്ങൾ തന്റെ പൊന്നാര മകളോട് രണ്ട് കൈയും പൊട്ടിയിരിക്ക ജോലി ചെയ്തിട്ട് സങ്കടം പറഞ്ഞ മകളോട് നബിതങ്ങൾ ചോദിച്ചു, മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? നിന്റെ മകള് നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസം പറഞ്ഞപ്പോ നീ എന്തു പറഞ്ഞു? വാരിക്കെട്ടി വന്നേക്കാൻ കഴിഞ്ഞു, മതി, അവിടത്തെ ജീവിതമൊക്കെ മതി, വന്നേരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരു നിമിഷം സംസാരിച്ച ഇന്ന് ബന്ധം ഒഴിയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു ചങ്ങാതിയുണ്ട്, ഓൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ അനിയന്റെ കല്യാണം നിങ്ങൾ വരണം നിക്കാഹിന്. എനിക്ക് സത്യം പറഞ്ഞ നിക്കാഹിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം, മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവനെ കണ്ടപ്പോ, അന്ന് പോകാൻ പറ്റാത്തതിന് ജാമ്യം എടുക്കണമല്ലോ, ഞാൻ ഇവന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, എടാ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ലടാ, എന്തൊക്കെയാ പ്രയാസങ്ങളായി പോയിട്ടോ, ഇങ്ങനെയുണ്ടടാ ജീവിതമൊക്കെ. ഓളെന്തേടാ? ഓള് പോയി ഉസ്താദെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓള് പോയി. ഞാൻ എന്ത് പറ്റിയടാ? ഉസ്താദെ, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേര് ഓള് പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് കാരണമൊന്നും വേണ്ടടോ. എടോ, ഈ പെണ്ണിനും പയ്യനും ഒരു 5 മിനിറ്റ് സംസാരിച്ചാ തീരുന്നതേ ഉള്ളൂ. അതെങ്ങനാ? മോളെ വിളിച്ചോണ്ട് വരുമ്പോ തന്നെ ഉമ്മ പറയും, ഇനി അവൻ വിളിച്ചാ ഫോൺ എടുത്തേക്കരുത്, ഓഫാക്കി വെച്ചേക്കാൻ. ഉമ്മ, ഇന്നത്തെ ഉമ്മയാ പറയണേ, അവൻ വിളിച്ചാ ഇനി എടുക്ക